ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. രാത്രിത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണിത്. നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് മാത്രമല്ല, അപ്പോൾ രസവും അതുപോലെ തന്നെ എന്തെങ്കിലും തോരൻ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് കരുതി. അപ്പോൾ നമുക്കതൊക്കെ ചെയ്യാം. നമ്മൾ ഇതുവരെക്കും കാപ്പി പോലും കുടിച്ചില്ല. ഇനി അത് ഒന്നേന്നിടണം. അപ്പോൾ അതിടാം. അപ്പോൾ നമുക്ക് പാലില്ലാതുകൊണ്ട് നമ്മൾ കാപ്പിക്ക് വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ കാപ്പി ആയിട്ടുണ്ട്. തേയിലവെള്ളമാണ് കേട്ടോ. തേയിലവെള്ളം പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് രാത്രിത്തേക്കിന് വേണ്ടിയിട്ട് പയറും മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. വള്ളിപ്പയറും മെഴുക്കുവരട്ടി ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അത് ആ പാത്രത്തിലിരിക്കുന്ന കുറച്ച് പയർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഏട്ടനും മോളും കൂടി വന്നിരുന്ന് ഞാൻ വീഡിയോ എടുക്കുകയെന്ന് കണ്ടപ്പോഴത്തേക്കിനും ഏട്ടൻ മോളെ വെച്ച് ഇങ്ങനെ വീഡിയോയിലോട്ട് കാണിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന പയർ മെഴുക്കുവരട്ടിയാണ്. രാത്രിത്തേക്കിന് ഒരിത്തിരി നേരത്തേക്കിന് മതിയായിരുന്നല്ലോ, അവിടെ ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ. അതിന് ശേഷം നമ്മൾ പയറും സവോള അതുപോലെ തന്നെ എന്താ പറയുക പച്ചമുളകെല്ലാം അരിഞ്ഞ് വെച്ചു. പിന്നെ അതിന് ശേഷം നമുക്ക് നാളത്തേക്കിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു. പിന്നെ അരിയാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. നമ്മൾ പയറും മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് രസവും കൂടെ ഉണ്ടാക്കണമായിരുന്നു. ഞാൻ വെച്ചു പയർ മെഴുക്കുവരട്ടി ആക്കിയിട്ട് പെട്ടെന്ന് രസം വെക്കാമെന്ന് കരുതി. ഇതിപ്പോൾ ഞാൻ മെഴുക്കുവരട്ടി ഞാൻ ഇട്ടു. അതിന് ശേഷം ഇളക്കിക്കൊണ്ടിരുന്നപ്പം മോൾ എണീറ്റു. ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി കുഞ്ഞിന് പാലോട് തുറക്കാൻ വേണ്ടി പോയിരുന്നു. അതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ പാലുകൊടുപ്പെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴും ഞാൻ രസത്തിന് വേണ്ടിയിട്ട് വെച്ചു. ഇതിപ്പോൾ തട്ടിക്കൂട്ടിയുള്ള രസം കേട്ടോ. 2 ഉണക്കമീൻ എടുത്തു. 2 ഉണക്കമീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മുളക് പൊടിയും ഒത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ശക്കല ഇട്ടോളൂ, എന്നിട്ട് വറുക്കാൻ വേണ്ടി വെച്ചു. പിന്നെ അതിന് ശേഷം നമുക്ക് നാളത്തേക്കിന് വേണ്ടിയിട്ട് ബീട്രൂട്ടും ക്യാരറ്റും കൂടി അരിഞ്ഞ് വെക്കാനുണ്ടായിരുന്നു. ഞാൻ അതിനകത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് മറ്റേ നമ്മൾ വരയ്ക്കുന്ന ആ സാധനമില്ലേ അതിനകത്ത് വെച്ചരച്ച് വെക്കുക ചെയ്തത്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടുമല്ലോ. ഇതിനകത്ത് ഞാൻ സവോളയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും ഞാൻ ഇട്ടില്ല. അത് രാവിലെ ഇടുന്നുള്ളെന്ന് കരുതി ഞാൻ രാത്രി ഇട്ടില്ല. സത്യം പറയാലോ, ഇങ്ങനെ രാത്രി പണി മടിയാണ്. എപ്പോഴും ഒന്നും ഇങ്ങനെ വൈകിട്ട് പണി കാണത്തില്ല, ചില സമയത്തൊക്കെ കാണും. മടി വരും നമുക്കങ്ങ്. അങ്ങനെ ഇതെനിക്കൊന്നിൻ്റെ ഇതിപ്പം ആക്കി ഇതിനകത്തിട്ട് ചുരണ്ടാൻ ഭയങ്കര പാടെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു പാട് പോലെ തോന്നുന്നുണ്ടായിരുന്നു എനിക്ക്. ഇതും കൂടെ ആക്കി വെച്ചിട്ട് പാത്രം ഒത്തിരി എന്ന് വെച്ചാൽ നമ്മുടെ കാപ്പി ഇട്ട പാത്രവും കാര്യങ്ങളും ഒക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. പച്ചക്കറിയൊന്നുമില്ല. അപ്പം ഇതും കൂടെ ഉള്ളൂ. നാളെ വേണം, ഞായറാഴ്ച ആകുമ്പോഴത്തേനും മേടിക്കാമെന്ന് കരുതി. ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ എടുക്കുമ്പോൾ മോളെടുത്തുണ്ട് എന്നിട്ട് പിച്ച് ചീന്തിയൊക്കെ ചെയ്യും. അതാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കാതെ എൻ്റെ. അങ്ങനെ നമ്മൾ തോരന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചു. നേരെ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അരിഞ്ഞു വെക്കാൻ. അപ്പം രസം ഉണ്ടല്ലോ, രസം പിറ്റേന്ന് രാവിലെ കൊടുത്തു വിടാമായിരുന്നു. നേരെ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. ഫ്രിഡ്ജിനകത്തൊന്നും ഇല്ല. ഫ്രിഡ്ജ് പോലും നമുക്ക് വൃത്തിയാക്കാനുള്ള സമയം കിട്ടുന്നില്ല. നാളെ ഒന്ന് വൃത്തിയാക്കണമെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ അതിന് ശേഷം ആ ഭാഗമൊക്കെ ഒന്ന് അതിൻ്റെ ആ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ വീണായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ വള്ളിപ്പയറിൻ്റെ കുറച്ച് ഇത് കിടപ്പുണ്ടായിരുന്നു, അതും പറക്കി കളഞ്ഞു. അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി. നേരത്തെ കുളിച്ചതാണ് ഞാൻ. എന്ത് ചെയ്യണം, ഞാൻ തലമുടിയില്ല അതുപോലും അഴിച്ചില്ല. അത് കളയുമ്പോൾ ഇപ്പോൾ ഞാൻ ആലോചിച്ച് ഗ്യാസിൻ്റെ സിലിണ്ടർ ഓഫാക്കി. അതിന് ശേഷം ചോറ് കഴിച്ചു.
പിന്നെ പെട്ടെന്ന് ചടപടേന്നും പറഞ്ഞുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതെല്ലാം കഴുകി വെച്ചു. കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, വേവിക്കാനെടുത്ത പാത്രങ്ങളും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ കാപ്പി ഇട്ടതും അച്ചാറിൻ്റെ ടിന്ന് അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകി പറക്കി വെച്ചു. എൻ്റെ കൂടെ ഏട്ടൻ വന്ന് കൈ കഴുകുക കേട്ടോ. എനിക്കിങ്ങനെ പാത്രം കഴുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കൂടെ ഒന്ന് എൻ്റെ ഇടയിൽ കയറുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല, ഭയങ്കര ദേഷ്യം. അങ്ങനെ ഏട്ടൻ അതെല്ലാം ചെയ്തപ്പോൾ ഞാൻ പൂച്ചയ്ക്കും മുയലിനും വേണ്ടിയിട്ട് കുറച്ച് ചോറിട്ട് വെച്ചിരുന്നു, അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി ഏട്ടൻ പോയി. അപ്പോൾ വീണ്ടും എൻ്റെ പാത്രം കഴുകൽ തുടങ്ങി. ഒത്തിരി പാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.